എഗെയിൻ ദാറ്റ് ലെവൽ 53-200 ലെവലിലോട്ട് വീണ്ടും അത് മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് അപ്സൈഡ് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും അവിടെ നിന്ന് ചെറിയൊരു റിജക്ഷനായിട്ട് നമുക്ക് കണ്ടായിരുന്നു. വീണ്ടും നെക്സ്റ്റ് ലെവൽ ഇത് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് 53-500 ലെവലിലോട്ടാണ്. അത് ഏകദേശം ഈ ഒരു പോയിന്റിലോട്ട് വരും. അപ്പോൾ മാർക്കറ്റ് ആ ഒരു റീജിയനിൽ എത്തുമ്പോഴേക്കും വീണ്ടും അവിടെ നിന്ന് റിജക്ഷന് ചാൻസ് ഉണ്ട്. വീണ്ടും അത് പോയി കഴിഞ്ഞാൽ എല്ലാം ഷോർട്ട് കവറിങ് ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് 700 റേഞ്ചിലോട്ടൊരു റെസിസ്റ്റൻസ്, ഹെവി ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസും ഉണ്ട്. ഈ റെസിസ്റ്റൻസ് പോയിൻറ്റ്സൊക്കെ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിനിൽ പോകുമ്പോഴേക്കും അവിടെ സെല്ലേഴ്സിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെറുതെ നമുക്ക് ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ലെവൽസ് നമുക്ക് ചുമ്മാ മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെയൊക്കെ ക്രോഡീകരണം കൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ എല്ലാം ഒരു രൂപീകരണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. എവിടെയൊക്കെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടോ അവിടെയൊക്കെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എവിടെയൊക്കെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ടോ അവിടെ സപ്പോർട്ടും ഉണ്ടാവും കേട്ടോ. സെല്ലേഴ്സിൻ്റെ സാന്നിധ്യം വെച്ചിട്ടാണ് നമുക്ക് ഓരോ റീജിയൻസും നമുക്ക് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമുക്ക് ആ സൈഡിൽ എങ്ങനെ മാർക്കറ്റിൽ പോസിറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ നെഗറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ സെല്ലേഴ്സ് അവിടെ നിന്ന് മാറുമ്പോഴേക്കും ആ ലെവൽസ് ടക്കനെ ബ്രീച്ച് ചെയ്ത് പെട്ടെന്ന് അടുത്ത ലെവലിലോട്ട് പേടിക്കും. ഈ സെല്ലേഴ്സ് പാനിക് ആകുമ്പോഴാണ് ഹെവി ആയിട്ടുള്ള മാർക്കറ്റിലുള്ള ഫ്ലക്ച്വേഷൻസും മൂവ്മെൻറ്റ്സും ഉണ്ടാകുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഞാനത് പഠിപ്പിക്കാം കേട്ടോ. ഈ ഒരു ബ്ലാസ്റ്റിംഗ് മൊമെൻറ്റിൽ എന്തോരം പ്രീമിയം റൈസായെന്ന് കണ്ടായിരുന്നു. 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് നമ്മൾ ട്രേഡ് നമുക്ക് എൻട്രി ഒരെണ്ണം ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ അപ്സൈഡ് ബ്രേക്ക് ആയത് ഉടനെ നമുക്കൊരു മൊമെൻറ്റം കിട്ടിയതാണ്. അതിനുശേഷം പെട്ടെന്ന് ആ മൊമെൻറ്റം നന്നായിട്ടൊരു ബ്രീച്ചിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് റിജക്ഷൻ കാരണം പ്രീമിയം നല്ലോണം ഡീക്കേ ആയിട്ടുണ്ട്. ഹോൾഡ് ചെയ്തിരുന്നത് എൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസാണ് അവിടെ നടന്നത്. എന്തായിരുന്നാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നെക്സ്റ്റ് ഞാൻ ആ ഹൈ ബ്രോക്ക് ആയത് ഉടനെ ഞാൻ വീണ്ടും എൻ്ററായി. ഇവിടെ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും എനിക്കൊരു 3 ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ പകുതിയോളം വെച്ച് ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. നല്ല രീതിക്കുള്ള പ്രോഫിറ്റ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ലെവൽസ് നമുക്ക് ഇതുപോലെ ബ്ലാസ്റ്റിംഗ് മൂവ്മെൻറ്റ്സ് വളരെ റെയറായിട്ടാണ് ഒരു ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ക്യാച്ച് ചെയ്യാൻ സാധിക്കുക. കാരണം ഞാനൊരു സ്കാൽപ്പറാണ്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ ക്ലിയർ ചെയ്യേണ്ടി വരിക്കും. അത്രയും ഹോൾഡ് ചെയ്ത് വെച്ചാലേ ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ മൂവ്മെൻറ്റ്സ് ഒന്ന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. നിഫ്റ്റി ഇന്ന് എക്സ്പയറി ആണ്. അപ്പോൾ നിഫ്റ്റിയുടെ കാര്യം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് പിൻപാറാണ് വന്നിരിക്കുന്നത്. അപ്സൈഡ് ഡൗൺ സൈഡിൽ നിന്ന് ഒരു ബൈയിങ് പ്രഷർ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഫോർമേഷൻ നടന്നത്. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറയും ഈ ഒരു സംഭവത്തിന്. അപ്പോൾ നമുക്ക് അടുത്ത മൊമെൻറ്റ് ഇതിൻ്റെ ഡേ ഹൈ ബ്രോക്ക് ആകുമ്പോഴേക്കും 24,300 റേഞ്ചിലോട്ട് ഒരു ഡേ ഹൈ ബ്രോക്കേഷൻ നടന്നു കഴിഞ്ഞാൽ 24,500 റേഞ്ചിലോട്ട് നമുക്ക് നെക്സ്റ്റ് ലെവൽ സപ്പോർട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 24,400 റേഞ്ചിലോട്ടും ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സപ്പോർട്ട് വരുന്നതെന്ന് വെച്ചാൽ ഡേ ലോ ഒരു സപ്പോർട്ടാണ്, ഡേ ക്ലോസ് ഒരു സപ്പോർട്ടാണ്. ഈ 3 പോയിൻറ്റും നന്നായിട്ട് വാച്ച് ചെയ്യേണ്ടി വരും. ഇന്ത്യ വിക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇന്ത്യ വിക്സ് നന്നായിട്ട് കൂൾ ഓഫ് ആയിട്ട് വരികയാണ്. ഡേ ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പം വീണ്ടും 13.20 ലെവലിലോട്ട് വീണ്ടും മാർക്കറ്റ് ഇന്ത്യ വിക്സ് ഡൗൺ ആയിട്ടുണ്ട്. പ്രീമിയം ചാർട്ട് നോക്കുമ്പോഴേക്കും പ്രീമിയം ചാർട്ടിൽ എൻ്റെ രീതി അനുസരിച്ച് യൂഷ്വലി ഇത്രയും മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോഴേക്കും നമ്മുടെ പ്രീമിയം സി സൈഡിൽ റൈസ് ആവേണ്ടതായിരുന്നു. പക്ഷേ പ്രീമിയം സി സൈഡിൽ റൈസ് ആവാതെ പി സൈഡിൽ റൈസ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് വീണ്ടും നമുക്കൊരു പൊട്ടൻഷ്യൽ അപ്സൈഡ് മൊമെൻറ്റം കാണാൻ സാധിക്കും. അത് നിഫ്റ്റിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാങ്ക് നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. ഉണ്ടോ, ഓൾമോസ്റ്റ് സെയിം ആയിട്ട് നിൽക്കുകയാണ്. ഡിസ്കൗണ്ടിലാണ് നമ്മുടെ സി സൈഡ് നിൽക്കുന്നത്. വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം ഈ ഒരു കാരണത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ട്രെൻഡിങ് ഓയിൽ നോക്കുമ്പോഴേക്കും 60 മിനിറ്റ് ട്രെൻഡിങ് ഓയിൽ ഇത് കംപ്ലീറ്റ്ലി സെല്ലേഴ്സിൻ്റെ പൊസിഷൻസാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സെല്ലേഴ്സിൻ്റെ ലാസ്റ്റ് 1 hour 2 hour പൊസിഷൻസ് ഒന്ന് നോക്കിയേ. നമുക്ക് സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇത് 1 hourൻ്റെ ടൈം ഫ്രെയിമിലാണ്. സെല്ലേഴ്സ് സെല്ല് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ബിൽഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു.
ഡിഫറൻസ് ഇൻ OI. ഇത് സെല്ലേഴ്സ് തമ്മിലുള്ള, അതായത് P സൈഡിലുള്ളയും C സൈഡിലുള്ളയും സെല്ലേഴ്സിൻ്റെ ഒരു ഡിഫറൻസാണ് ഇതിനകത്ത് പോപ്പപ്പ് ആകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റ് ബുള്ളിഷ് ആയിക്കൊണ്ടേയിരിക്കും. ഈ സൈഡിൽ ഡിഫറൻസ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ ഒരു ടൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ OI പൾസിലുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടർ ഗ്ലിംസ് നമുക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് ഒരു ഐഡിയ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് ചാർട്ട് റീഡിങ്ങിൻ്റെ കൂടെ ഈ ഡേറ്റ അനാലിസിസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ട്രേഡുകൾ നമുക്ക് ഈസി ആയിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സിൻ്റെ EOD അനാലിസിസിൽ നമുക്ക് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ലോങ് ബിൽഡപ്പാണ് നടന്നിരിക്കുന്നത് EOD വെച്ചിട്ട്. അപ്പോൾ ഇതും ഒരു നല്ലൊരു ടൂളാണ്. അത് ഇൻട്രാഡേ ഹോൾഡിങ്ങിനല്ല, ഇൻട്രാഡേ പൊസിഷൻസ് പ്ലേയേഴ്സിനും അല്ല. ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ BTST ട്രേഡ് എടുക്കുന്നവർക്കാണ്. BTSTയും STBT ട്രേഡ് എടുക്കുന്നവർക്കാണ്. അതായത് സെല്ല് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ട്രേഡ് എടുക്കുമ്പോഴേക്കും എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ കൊടുത്തിട്ടുള്ളത്. എന്താണ് നമുക്ക് അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഓവറോൾ ഔട്ട്കം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന്. ലോങ് ബിൽഡപ്പ് മീൻസ് ദ മാർക്കറ്റ് ഈസ് സോ സ്ട്രോങ്. അതിൻ്റെ നമ്മുടെ നിഫ്റ്റി നോക്കുമ്പോഴേക്കും ഷോർട്ട് ബിൽഡപ്പാണ്, ഷോർട്ട് കവറിങ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രോങ്ങിനേക്കാളും ഈ ലെവൽ ബ്രീച്ച് ചെയ്തതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ചെറിയൊരു നെഗറ്റീവ് സൈഡിലോട്ട് ഒരു ചെറിയൊരു ചാഞ്ചാട്ടമുണ്ട്. അത് ഈ ഒരു നോക്കണ്ട. പക്ഷേ ഡൗ കാറ്റ്സ് വിക്സിയൊക്കെ നോക്കിക്കേ, കാറ്റ്സ് വിക്സിയൊക്കെ 1% മുകളിൽ ഇന്നലെ ക്ലോസ് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗ്ലോബലി സ്ട്രോങ് ആണ് സംഭവം കാര്യങ്ങളൊക്കെ. പക്ഷേ US ബോണ്ട് ഡീല് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് നെഗറ്റീവായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷേ ബ്രൻഡ്, ക്രൂഡ് ഓയിൽ എല്ലാം നെഗറ്റീവാണ്. അപ്പോൾ മാർക്കറ്റിന് ഒരു പോസിറ്റീവ് ഒരു പവർ കിട്ടും. ഇത് നെഗറ്റീവ് ആയാൽ അത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് റൈസ് ആകുമ്പോഴേക്കും ഇന്ത്യൻ എക്കണോമിയെ കറക്റ്റായിട്ട് അത് ബാധിക്കും. അത് അങ്ങനെ ബാധിക്കുമ്പോഴേക്കും ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആവുകയും ചെയ്യും. ഇത് കൂടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നെഗറ്റീവ് ആവുകയും ചെയ്യും. അതാണ് അങ്ങനെ അത് റിവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് മാർക്കറ്റ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. വരും ദിവസങ്ങളിലുള്ള ക്ലാസ്സുകളിൽ ഞാനത് പഠിപ്പിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ.